നമ്മൾ പരസ്പരം നസീഹത്ത് കൊടുക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു മര്യാദയെക്കുറിച്ചാണ്. അതിനു മുമ്പ് നസീഹത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സ്വഭാവമാണ് നസീഹത്ത്. അത് നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. ഒരു തെറ്റ് ഒരാളെടുത്ത് കണ്ടു, അതാരായാലും, ക്ലാസ്സിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു തെറ്റ് പറ്റിയതായാലും, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഉള്ള ഒരാൾ അയാളുടെ പ്രവൃത്തിയിൽ കണ്ടൊരു തെറ്റായാലും, അതൊക്കെ നമ്മൾ പരസ്പരം തിരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കയ്യിൽ നിന്ന് ബൈഅത്ത് വാങ്ങിയിരുന്ന കാര്യമാണ്. വന്നുസ്ഹി ലികുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനോടും ഞാൻ നസീഹത്ത് പുലർത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബൈഅത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് സഹാബത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ ഹഖുൽ മുസ്ലിമി അൽ മുസ്ലിം, ഒരു മുസ്ലിമിന് ഓരോ മുസ്ലിമിനോടുമുള്ള ബാധ്യതയാണ് ഇദസ്തൻസഹക ഫൻസഹു, നസീഹത്ത് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദീനുൻ നസീഹ, ദീൻ എന്ന് പറയുന്നത് തന്നെ നസീഹത്താണ് എന്ന് പറഞ്ഞു. അതുപോലെ യഹൂദികളെയും നസാറാക്കളെയും അല്ലാഹു ശപിച്ചതിന്റെ കാരണം കാനൂ ലാ യതനഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ പരസ്പരം തടയാറുണ്ടായിരുന്നില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ തെറ്റുകൾ നമ്മൾ തടയാം പരസ്പരം. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇഫ്രാത്ത് അല്ലെങ്കിൽ തഫ്രീത്ത്. ഒന്നുകിൽ നമ്മൾ പരിധി വിടും, ആളുകളെ ഒരു തെറ്റ് കണ്ടാൽ അവനെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞ് നടക്കും, അല്ലെങ്കിൽ അവനോട് തന്നെ പോയി തട്ടിക്കയറി സംസാരിച്ച് അവനെ ദീനിൽ നിന്ന് അകറ്റിക്കളയും. അതല്ലെങ്കിൽ നമ്മൾ മിണ്ടാതെ അവനെ സുഖിപ്പിച്ച് അവൻ ചെയ്യുന്ന തെറ്റുകൾ മൂടിവെച്ച് അങ്ങനെ കൊണ്ടു നടക്കും. ഇത് രണ്ടും തെറ്റാണ്. തെറ്റ് കണ്ടാൽ നമ്മൾ തിരുത്തണം. അതെങ്ങനെയായിരിക്കണം എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇദാ നസഹത, നീ ഒരാളോട് നസീഹത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫൻസഹ് സിർറൻ ലാ ജഹ്റൻ, രഹസ്യമായി ചെയ്യുക, പരസ്യമായിട്ട് ചെയ്യരുത്. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്താ പന്റെ താടിന്റെ കോലം, എന്താ പന്റെ ഡ്രസ്സിന്റെ കോലം, നാലാൾ നിൽക്കുന്ന സമയത്ത് അല്ല പറയേണ്ടത്. വബിതഅരീദൻ ലാ തസ്രീഹ്, അത് തന്നെ ഒറ്റക്ക് സംസാരിക്കുമ്പോൾ പോലും തഅരീദായിട്ട്, തഅരീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യംഗ്യമായ സൂചന, വ്യക്തമായി തുറന്നു പറയാതെ വ്യംഗ്യമായി സൂചിപ്പിക്കുക. ഇമാം ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ്, താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ മുഹദ്ദിസ് ഇമാം, അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് ഒരാൾ തുമ്മിയപ്പോ അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നില്ല. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് എന്ത് പറഞ്ഞു? അദ്ദേഹം മുഹദ്ദിസാണ്, അദ്ദേഹത്തിന് ദലീലുകൾ ഹിഫ്ളില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് എത്ര ഹദീസ് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, ഒരാൾ തുമ്മിയാൽ എന്താണ് പറയുക, തുമ്മിയാൽ പറയേണ്ട ദിക്ർ എന്താണ് എന്ന് അറിയാത്ത ഒരാൾ ചോദിക്കുന്നത് പോലെ അവിടെ ചോദിച്ചു. അപ്പൊ ഇയാൾക്ക് ഓർമ്മ വന്നു, അത് അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ വ്യംഗ്യമായി സൂചിപ്പിക്കുക. ഇല്ലാ ലിമൻ ലാ യഫ്ഹം, മനസ്സിലാകുന്നില്ലെങ്കിലോ, വ്യംഗ്യമായി പറഞ്ഞാൽ മനസ്സിലാകുകയില്ല എന്ന് നമുക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ ഫലാ ബുദ്ദ മിനത്ത് തസ്രീഹി ലഹു, അവന് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഇനി അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു കാര്യം പറയുകയാണ്. വലാ തൻസഹ് അലാ ശർത്തിൽ ഖബൂലി മിൻക, നിന്റെ നസീഹത്ത് സ്വീകരിക്കണം എന്ന ഷർത്തോടു കൂടി നസീഹത്ത് കൊടുക്കരുത്. കാരണം ഞാൻ പറയുന്നത് സ്വീകരിച്ചു കൊള്ളണം. ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റായിരിക്കും. നമ്മൾ പറയുന്ന ഈ കാര്യം അതിന് വ്യത്യസ്തമായി മറ്റേതെങ്കിലും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടാകും, അതായിരിക്കും ഈ സഹോദരൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അടിച്ചേൽപ്പിക്കുക, അത് സ്വീകരിച്ചു കൊള്ളണം എന്ന ഷർത്തോടുകൂടി നസീഹത്ത് കൊടുക്കരുത്. ഫൈൻ തഅദ്ദൈത ഹാദിഹിൽ വുജൂഹ്, ഈ പറഞ്ഞ നിബന്ധനകളൊന്നും പാലിക്കാതെ രഹസ്യമായിട്ട് പറയുന്നില്ല, അതുപോലെ തന്നെ നേരെ എടുത്തരിച്ച് മുഖത്ത് നോക്കി പറയുകയാണ്, ഒരു മറയില്ലാതെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് സ്വീകരിച്ചു കൊള്ളണമെന്ന് വാശി പിടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫഅൻത ളാലിമുൻ ലാ നാസിഹ്, നീ ളാലിമാണ്, നാസിഹല്ല. നീ നസീഹത്തല്ല കാണിക്കുന്നത്, ദുൽമാണ് ചെയ്യുന്നത്. വതാലിബു ത്വാഅത്തിൻ വമുൽകിൻ ലാ മുഅദ്ദി ഹഖ്, ഇസ്ലാമികമായ സാഹോദര്യത്തിന്റെ ബാധ്യത, ആ ബാധ്യത നിറവേറ്റുന്നവനല്ല നീ. ഒരു കടം നമ്മൾ വീട്ടുമ്പോൾ എത്ര മര്യാദക്കാ വീട്ടുക? കാരണം ഹക്കാണ്, നമ്മുടെ അങ്ങോട്ട് കൊടുക്കേണ്ട ബാധ്യതയാണ്. അതുപോലെ ഈ മുസ്ലിം സഹോദരനുള്ള ഹക്കാണ് ഈ നസീഹത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബാധ്യത വീട്ടുന്നവനല്ല നീ അവിടെ ത്വാലിബു ത്വാഅത്താണ്, നീ അധികാരം ആഗ്രഹിക്കുന്നവനാണ്. ആളുകൾ എന്നെ അനുസരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വെറുമൊരു അധികാരമോഹിയാണ് നീ. വലൈസ ഹാദാ ഹുക്മുൽ അഖ്ൽ, ഇത് അഖ്ലിനും എതിരാണ് ഇങ്ങനെയുള്ള നസീഹത്ത്. കാരണം എന്തിനാ നീ ആ സമയം കളയുന്നത്? ഒരാൾക്ക് നസീഹത്ത് കൊടുക്കാൻ വണ്ടി വിളിച്ച് അവിടെ വരെ പോയി, എന്നിട്ട് അവന്റെ മുഖത്ത് നോക്കി 4 ചീത്തയും പറഞ്ഞു പോന്നു. എന്തിനാണ് അവിടെ പോയത്? അത് അഖ്ലിനും എതിരാണ്. നിന്റെ സമയം എന്തിനാണ് കളഞ്ഞത്? യാതൊരു ഫായിദയും അതുകൊണ്ടില്ല. വലാ ഹുക്മു സദാഖ വലൈസ ഹാദാ ഹുക്മുൽ അഖ്ലി വലാ ഹുക്മു സദാഖ, സൗഹാർദ്ദത്തിന്റെ മര്യാദയിൽപ്പെട്ടതുമല്ല ഇത്. നമ്മുടെ സഹോദരന്മാരോട്, സ്നേഹിതന്മാരോട് ഇങ്ങനെ വാശി പിടിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അതവില്ലാതെ സംസാരിക്കുക, അത് സാഹോദര്യത്തിന്റെ മര്യാദയല്ല. ലാക്കിൻ, നേരെ മറിച്ച് ഇത് ആരുടെ സ്വഭാവമാണ്? ഹുക്മുൽ അമീരി മഅ റഅയ്യതിഹി, അമീർ തന്റെ ഭരണീയരോട്, രാജാവ് പ്രജകളോട് കാണിക്കുന്ന സ്വഭാവമാണ്. നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. കാരണം രാജാവിനെ അനുസരിക്കൽ നിർബന്ധമാണ്. എന്നെയും നിങ്ങളെ അനുസരിക്കൽ ആർക്കൂടെ നിർബന്ധമില്ല. നമ്മൾ പറയുന്ന ഹക്കാണെങ്കിൽ മാത്രമേ അനുസരിക്കേണ്ടതുള്ളൂ. അങ്ങനെയുള്ള രാജാവിന്റെ സ്വഭാവം കാണിക്കരുത്. വസയ്യിദി മഅ അബ്ദിഹി, യജമാനൻ അടിമയോട് പെരുമാറുന്ന പെരുമാറ്റമാണ്, അത് കാണിക്കരുത്. നമ്മൾ നസീഹത്ത് ദലീലുകളോടെ സൗമ്യമായി, രഹസ്യമായി, വ്യംഗ്യമായി സൂചിപ്പിക്കുക. മനസ്സിലാകുന്നില്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. അത്
അഭിപ്രായ വ്യത്യാസമുള്ള, അവന് ന്യായമായും ഒരു തെളിവ് കിട്ടിയിട്ട് അവൻ ചെയ്യുന്ന വിഷയമാണെങ്കിൽ നമ്മുടെ സംസാരം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുക.